പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, 2025 ഇന്ത്യൻ ചരിത്രം എന്ന മേഖലയിൽ നിന്ന് PSC ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ദേശഭക്തിയുടെ പ്രവാചകൻ എന്നറിയപ്പെട്ടത് ആരാണ്? ദേശീയ നേതാക്കളുടെയൊക്കെ പേര് അതിനകത്തുണ്ടായിരുന്നു. ഈ വീഡിയോ കാണുന്ന ചിലർക്കെങ്കിലും ഒന്ന് അറിയാമായിരിക്കാം. എന്തായാലും ഞാൻ അതിലേക്ക് വരാം. ഈ വിപ്ലവകാരിയെ ദേശഭക്തിയുടെ പ്രവാചകൻ എന്ന് വിളിക്കണമെങ്കിൽ അദ്ദേഹം ആശയം പ്രചരിപ്പിച്ചിട്ടുണ്ടാവാം, അല്ലെ? അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹം എന്തായിരിക്കാം? ഒരു സാഹിത്യകാരനായിരിക്കാം, അഥവാ ഒരു പത്രാധിപനായിരിക്കാം. കാരണം ചില ദേശീയ സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ കൃതികളിലൂടെ അവരുടെ ആശയം പ്രചരിപ്പിച്ചിട്ടുണ്ട്. മറ്റു ചിലരാകട്ടെ പത്രങ്ങളിലൂടെയും മാസികയിലൂടെയും ആശയം പ്രചരിപ്പിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു പ്രത്യേകതയുള്ള വ്യക്തിയായിരിക്കും നമ്മൾ ആൻസർ ആയിട്ട് തിരഞ്ഞെടുക്കുക. ശരിയാണേ? അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരം ആൾക്കാര് നമ്മുടെ മനസ്സിൽ വന്നാൽ നമ്മൾ സ്വാഭാവികമായിട്ട് എഴുതി പോകും. അപ്പൊ കൃത്യമായി പഠിച്ചില്ലെങ്കിൽ ഈ ചോദ്യം തെറ്റിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. അപ്പൊ ദേശഭക്തിയുടെ പ്രവാചകൻ എന്ന് ഇദ്ദേഹത്തെ ആദ്യമായി വിളിച്ചത് അരവിന്ദ ഘോഷാണ്. ഓക്കെ, ഈ പറയുന്ന വിപ്ലവകാരിയെ ദേശഭക്തിയുടെ പ്രവാചകൻ എന്ന് വിളിച്ചതാരാണ്? അരവിന്ദ ഘോഷാണ്. കാരണം ഓപ്ഷനിൽ അരവിന്ദ ഘോഷ് ഉണ്ടായിരുന്നു. ഒട്ടനവധി പേര് ദേശഭക്തിയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് അരവിന്ദ ഘോഷാണെന്ന് എഴുതുകയും തെറ്റിക്കുകയും ചെയ്തൊരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ എന്നാൽ ദേശഭക്തിയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന ആരല്ല, അരവിന്ദ ഘോഷ് അല്ല എന്ന് ആദ്യം ഉറപ്പിക്കുക. ഓക്കെ, അരവിന്ദ ഘോഷാണ് ഈ വിപ്ലവകാരി എന്തെന്ന് വിളിച്ചത്? ദേശഭക്തിയുടെ പ്രവാചകൻ എന്ന് വിളിച്ചത്. ഇനി ഇദ്ദേഹത്തെ മറ്റൊരു പേരിലും വിളിക്കാറുണ്ട്, ഇന്ത്യൻ വിപ്ലവ ചിന്തകളുടെ പിതാവ്. അപ്പൊ രണ്ടുപേരായി, ഒന്ന് ദേശഭക്തിയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നു, കൂടാതെ ഇന്ത്യൻ വിപ്ലവ ചിന്തകളുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇനി നിങ്ങൾക്ക് ഏവർക്കും പരിചിതമായ മൂന്നാമത്തെ വിശേഷണം ഞാൻ പറഞ്ഞു തരാം, ബംഗാൾ കടുവ. അപ്പൊ ബംഗാൾ കടുവ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? യെസ്, ബിപിൻ ചന്ദ്രപാൽ. എന്നാൽ ബംഗാൾ കടുവ എന്നറിയപ്പെടുന്ന ക്രിക്കറ്റ് താരം ആരാണ്? സൗരവ് ഗാംഗുലിയാണ്. ബംഗാൾ കടുവ എന്നറിയപ്പെടുന്ന ക്രിക്കറ്റ് താരം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണടാ? യെസ്, സൗരവ് ഗാംഗുലിയാണ്. മറന്നു പോകല്ലേ? ഓക്കെ, സിമ്പിൾ അല്ലേ? അപ്പൊ കൃത്യമായി പഠിച്ചു വെക്കണം, വളരെ പ്രാധാന്യമുണ്ട്. ബിപിൻ ചന്ദ്രപാലിന്റെ 3 വിശേഷണങ്ങൾ: ബംഗാൾ കടുവ എന്നറിയപ്പെടുന്നു, ഇന്ത്യൻ വിപ്ലവ ചിന്തകളുടെ പിതാവ് എന്നറിയപ്പെടുന്നു, ഇദ്ദേഹത്തെ അരവിന്ദ ഘോഷ് എന്തെന്ന് വിളിച്ചു? ദേശഭക്തിയുടെ പ്രവാചകൻ എന്ന് വിളിച്ചു. ഇനി അരവിന്ദ ഘോഷ് അദ്ദേഹത്തിന്റെ ആശയപ്രചരണത്തിന് വേണ്ടിയിട്ട് ഒരു പത്രം ആരംഭിച്ചിരുന്നു, വന്ദേ മാതരം, അല്ലെ? വന്ദേ മാതരം. അതേ പേരിൽ തന്നെ ബിപിൻ ചന്ദ്രപാൽ ലഘു ലേഖനങ്ങൾ എഴുതി വിതരണം ചെയ്തിരുന്നു. ലഘു ലേഖനങ്ങൾ എഴുതി വിതരണം ചെയ്തിരുന്നു. അതുകൊണ്ട് ബിപിൻ ചന്ദ്രപാലിന്റെ ആശയപ്രചരണം എന്ന് ചോദിച്ചാൽ നമ്മൾ വന്ദേ മാതരം എന്ന് പറയും. അരവിന്ദ ഘോഷ് ആരംഭിച്ച പത്രത്തിന്റെ പേര് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ എന്ത് പറയും? വന്ദേ മാതരം എന്ന് പറയും. വന്ദേ മാതരം വീണ്ടും കുറെ പേരുണ്ട്, നമുക്കതിലേക്ക് വരാം കേട്ടോ. യെസ്, മറന്നു പോകരുത്. അപ്പൊ ഓർമ്മിക്കുക, അരവിന്ദ ഘോഷ് എന്ത് ചെയ്തു? വന്ദേ മാതരം എന്ന പേരിൽ പത്രം ആരംഭിച്ചു. ഇവിടെ ബിപിൻ ചന്ദ്രപാൽ ലഘുലേഖകളാണ് വിതരണം ചെയ്തത്. അതുകൊണ്ട് അദ്ദേഹത്തെ എന്തെന്ന് വിളിച്ചു? ബിപിൻ ചന്ദ്രപാൽ പ്രചരിപ്പിച്ച ആശയ പ്രചരണം എന്തായിരുന്നു? വന്ദേ മാതരം. ഇനി PSC സ്ഥിരം ചോദിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്, സോൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ആത്മാവ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ബിപിൻ ചന്ദ്രപാൽ. അപ്പൊ സോൾ ഓഫ് ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് ആരാ? ബിപിൻ ചന്ദ്രപാലാണ്. ഇനി ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണങ്ങൾ ഉണ്ട്, എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങൾ: ഒന്ന്, ആശ എന്ന മാസിക, കൗമുദി എന്ന വാരികയും സ്വരാജ് എന്ന വാരികയും പ്രസിദ്ധീകരിച്ചത് ആര് തന്നെ? ബിപിൻ ചന്ദ്രപാൽ തന്നെ. അപ്പോൾ മറന്നു പോകരുത്, സ്വരാജ് എന്ന വാരിക, കൗമുദി എന്ന വാരിക, ആശ എന്ന മാസിക എന്നിവ പുറപ്പെടുവിച്ചത് ആരാണ്? ബിപിൻ ചന്ദ്രപാൽ. അതോടൊപ്പം വീണ്ടും ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നു, സ്വരാജ് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാ? സ്വാമി ദയാനന്ദ സരസ്വതി. ഹിന്ദു സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഗാന്ധിജി. സ്വരാജ് എന്ന പുസ്തകം എഴുതിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അരവിന്ദ് കെജ്രിവാൾ. ഈ 3ഉം മറക്കരുത്. സ്വരാജിന്റെ ജന്മാവകാശമാണ് എന്ന് പറഞ്ഞതാണ് ബാലഗംഗാധര തിലകൻ, അല്ലെ? അപ്പൊ സ്വരാജ് എന്ന വാരിക ആരംഭിച്ചത് ആരാ? ബിപിൻ ചന്ദ്രപാലാണ്. സ്വരാജ് എന്ന വാക്ക് അല്ലെങ്കിൽ മുദ്രാവാക്യം ആദ്യമായി ഉപയോഗിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി. സ്വരാജ്, അതിന്റെ വിശദീകരണമായി അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ ഇന്ത്യക്കാർക്ക്. ഇനി ഹിന്ദു സ്വരാജ് എന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചത് ഗാന്ധിജിയാണ്. ഓക്കെ, സ്വരാജ് എന്ന പുസ്തകം എഴുതിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അരവിന്ദ് കെജ്രിവാളാണ്. സ്വരാജ്യവിന്റെ ജന്മാവകാശമാണ് എന്ന് പറഞ്ഞത് ആരാണ്? ബാലഗംഗാധര തിലകനാണ്. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് 1923 ജനുവരി മാസം 1-ാം തീയതി CR ദാസും മോത്തിലാൽ നെഹ്റുവുമാണ്, അല്ലെ?
അപ്പോൾ ഞാൻ ഇപ്പോൾ പഠിപ്പിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ലൈഡിൽ നിങ്ങൾക്ക് തരാം. നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ്, ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടി മാത്രമാണ് സ്ലൈഡ് തരിക. നിങ്ങൾ സ്ലൈഡ് കണ്ടു കഴിഞ്ഞാൽ അത് നോക്കിക്കൊണ്ടിരിക്കുമെന്നല്ലാണ്ട് പഠിക്കത്തില്ല. ഇനി സ്ലൈഡും വീഡിയോയും കൂടെ തന്നു കഴിഞ്ഞാൽ, എൻ്റെ വീഡിയോ തന്നു കഴിഞ്ഞാൽ എൻ്റെ ചേഷ്ടകൾ നോക്കിയിരിക്കും, സ്ലൈഡ് ശ്രദ്ധിക്കില്ല, അപ്പോൾ പ്രയോജനമില്ല. അപ്പോൾ നമ്മൾ സൈക്കോളജിക്കലി പഠിക്കാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ ഷെയർ ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനി സ്ലൈഡിലൂടെ വീണ്ടും എന്തൊന്ന് ഓർമ്മിപ്പിക്കാം. സിമ്പിളായിട്ട് നോക്കിയേ, എന്തൊക്കെയാ? ബിപിൻ ചന്ദ്രപാൽ ബംഗാൾ കടവ് എന്നറിയപ്പെടുന്നു, ഇന്ത്യൻ വിപ്ലവ ചിന്തകളുടെ പിതാവ് എന്നറിയപ്പെടുന്നു, ദേശഭക്തിയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നു. ദേശഭക്തിയുടെ പ്രവാചകൻ എന്ന് ബിപിൻ ചന്ദ്രപാലിനെ വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണടാ? അരവിന്ദ് ഘോഷാണ്. ഓക്കെ, ഇദ്ദേഹം ആരംഭിച്ച ഇംഗ്ലീഷ് വാരിക ന്യൂ ഇന്ത്യ. ന്യൂ ഇന്ത്യ എന്ന പേരിൽ ഒരു പത്രം ആരംഭിച്ചിട്ടുണ്ട്. ആരാണ്? യെസ്, ആനി ബെസന്റ് ന്യൂ ഇന്ത്യ എന്ന പേരിൽ ഒരു പത്രം ആരംഭിച്ചിട്ടുണ്ട്. അത് നമ്മൾ തുടർന്നുള്ള ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. ഇദ്ദേഹത്തിന്റെ ആശയപ്രചരണം അഥവാ ഇദ്ദേഹം എന്ത് പേരിലാണ് ലഘുലേഖകൾ വിതരണം ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വന്ദേ മാതരം എന്ന പേരിലാണ്. ഇദ്ദേഹത്തിന്റെ പുസ്തകം, പ്രശസ്തമായ പുസ്തകം സോൾ ഓഫ് ഇന്ത്യ അഥവാ ഇന്ത്യയുടെ ആത്മാവ്. പ്രസിദ്ധീകരണങ്ങൾ നോക്കിയേ, ഒന്ന് ആശ എന്ന് പറയുന്ന ഒരു മാസിക, കൗമുദി, സ്വരാജ് എന്നീ പേരുകളിൽ 2 വാരിക ആരംഭിച്ചു. അവിടെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, അരവിന്ദ് ഘോഷ് വന്ദേ മാതരം എന്ന പത്രം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂ ഇന്ത്യ എന്ന പേരിൽ പത്രം ആരംഭിച്ചത് ആരാണ്? ആനി ബെസന്റ് ആണ്, അല്ലേ? പിന്നെ പറയുന്നു, സ്വരാജ് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. സ്വരാജ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? അരവിന്ദ് കെജ്രിവാൾ ആണ്. ഹിന്ദു സ്വരാജ് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ഗാന്ധിജിയാണ്, അല്ലേ? സ്വരാജ് എന്ന പേരിൽ ഒരു സംഘടന ആരംഭിക്കുന്നത് ആരാണ്? CR ദാസും മോത്തിലാൽ നെഹ്റുവും 1923 ജനുവരി മാസം 1-ാം തീയതി. ഇനി ഇതോടൊപ്പം അവസാനമായി 2 കാര്യങ്ങളോട് കൂട്ടിച്ചേർക്കാം. കുറച്ച് കാര്യങ്ങൾ ഇത് ആഡ് ചെയ്ത് പോകുന്നതായിരിക്കും എളുപ്പം കേട്ടോ. 2 കാര്യങ്ങളോട് കൂട്ടിച്ചേർക്കാം. എന്താണെന്ന് നോക്കിയേ. യെസ്, സ്വരാജ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ആദ്യമായി ആവശ്യപ്പെടുന്നത്, അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സ്വരാജ് ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെടുന്നത് 1906 കൽക്കട്ട സമ്മേളനത്തിലാണ്. അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ദാദാഭായ് നവറോജി. എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് ആവശ്യപ്പെടുന്നത് 1929 ലാഹോർ സമ്മേളനത്തിലാണ്. അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവുമാണ്. ഇത് രണ്ടും നിങ്ങൾക്കറിയാം, അല്ലെ? സ്വരാജ് ആവശ്യപ്പെട്ടത് 1906 കൽക്കട്ട സമ്മേളനം, അതിന്റെ അധ്യക്ഷൻ ദാദാഭായ് നവറോജിയും. പൂർണ്ണ സ്വരാജ് ആവശ്യപ്പെട്ടത് 1929 ലാഹോർ സമ്മേളനത്തിൽ, അതിന്റെ അധ്യക്ഷൻ ആരാണ്? ജവഹർലാൽ നെഹ്റുവുമാണ്. അവസാനമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടെ ഞാൻ കൂട്ടിച്ചേർത്തോട്ടെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ മിതവാദികളും തീവ്രവാദികളും 2ആയി വിഭജിക്കപ്പെടുവാനുള്ള പ്രധാന കാരണം, 2 ഘടകങ്ങളായി രൂപം കൊള്ളാനുള്ള പ്രധാന കാരണം സ്വരാജ് എന്ന പ്രമേയമായിരുന്നു. ആ സ്വരാജ് എന്ന പ്രമേയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ എന്നാണ് അവതരിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ 1905. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ തീവ്രവാദികളും മിതവാദികളും വേർതിരിയാനുള്ള കാരണം സ്വരാജ് എന്ന പ്രമേയമാണ്. ആ സ്വരാജ് എന്ന പ്രമേയം അവതരിപ്പിച്ചതെന്ന് ചോദിച്ചാൽ എന്നാണ് 1905 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബനാറസ് വാർഷിക സമ്മേളനത്തിലാണ്. ആ വാർഷിക സമ്മേളനത്തിലാണ് സ്വരാജ് എന്ന പ്രമേയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവതരിപ്പിച്ച് പാസാക്കുക. അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെയുമായിരുന്നു, അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി വളരെ ചുരുങ്ങിയ സമയം കൊണ്ടല്ലേ. 8 മിനിറ്റ് മാത്രമേ ആയിട്ടുള്ളൂ ഈ ക്ലാസ്സിന്. 8 മിനിറ്റുള്ള എത്രയോ അധികം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇതുപോലെ വീണ്ടും നമുക്ക് ക്ലാസ്സുകളിലേക്ക് വരാം. ഇത് ഈ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, നിങ്ങൾക്ക് പ്രയോജനകരമാണ് എന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. നമുക്ക് കൃത്യമായി പഠിച്ചുറപ്പിക്കാം. ഇതുപോലെ ഓരോ ക്ലാസ്സിലും ഓരോ ദിവസവും 10 മിനിറ്റ്, മാക്സിമം 10 മിനിറ്റ് സ്പെൻഡ് ചെയ്യൂ. നമുക്ക് മാക്സിമം എഫർട്ട് എടുത്ത് മാക്സിമം കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചുറപ്പിക്കാം. ബൈ ബൈ.